ഹായ്, വെൽക്കം ടു സ്വപ്നാസ് ഫുഡ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നാടൻ ചെമ്മീൻ കറിയാണ്. കാരണം നമ്മൾ നാട്ടിൽ വന്നിട്ട് നാട്ടിലെ രീതിയിലുള്ള അതും സ്പെഷ്യലായിട്ടുള്ള ഒരു ചെമ്മീൻ കറി എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ദിവസം കാണിക്കാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് നാടൻ ചെമ്മീൻ കറിയാണ്. അതിൻ്റെ കൂടെ തന്നെ നാട്ടിലെ ചെറിയ വീട്ടിലത്തെ കുറച്ച് കാഴ്ചകളും അത് ഞാൻ എല്ലാ വ്ളോഗിലും അങ്ങനെ എല്ലാ ദിവസവും വീഡിയോസിലും അങ്ങനെ ഇടാറുണ്ട്. കാരണം നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗ് പോലെ ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം വീട്ടിലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും പ്ലസ് ഡിഷും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ കോഴിക്കോട് പോയിട്ടുള്ള വ്ളോഗ് ഞാൻ സ്വപ്നാസ് വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കുറേ പേർക്കൊരു സംശയമുണ്ട് എനിക്ക് 2 ചാനലുണ്ടോയെന്ന്. അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാണ്. 2 ചാനലുണ്ട്. ഒന്ന് സ്വപ്നാസ് ഫുഡ് വേൾഡ്, അതെന്ന് പറഞ്ഞാൽ വെറും ഫുഡിൻ്റെ മാത്രം ചാനൽ. പിന്നെ ഉള്ളത് സ്വപ്നാസ് വണ്ടർലാൻഡ്, അതിൽ വ്ളോഗും ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വപ്നാസ് വണ്ടർലാൻഡ് ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കോഴിക്കോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വന്നിട്ട് പറയാത്ത, മീറ്റപ്പ് വെക്കായിരുന്നു എന്നൊക്കെ. പക്ഷേ എന്താ വെച്ചാൽ ഞങ്ങൾ പെട്ടെന്നൊരു ദിവസം ഒരൊറ്റ ദിവസത്തേക്ക് പോയി വന്നതാണ്, ഒരു ഓട്ടപ്രദക്ഷിണം എന്നൊക്കെ പറയുന്ന പോലെ. അതുകൊണ്ട് ആരെയും അറിയിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു ബിസി പോലെ ആയി. അതുകൊണ്ടാണ് ആരെയും അറിയിക്കാതിരുന്നത്. നമുക്ക് രമേശേട്ടൻ വന്നിട്ട് ഒരു ദിവസം വേണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് വരാനോ മീറ്റപ്പ് വെക്കാനൊക്കെ ശ്രമിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ മെയ് 4-ാം തീയതി ഒരു മീറ്റപ്പ് വെക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും. അത് നിങ്ങളെല്ലാവരും കാണണം ആ മീറ്റപ്പിൻ്റെ വീഡിയോ. കാരണം എന്നാലാണ് നമുക്ക് എത്ര പേര് വരും എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ആ വീഡിയോ ഉടൻ തന്നെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഡിഷിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മുളകും ഉള്ളിയും കൂടിയിട്ടുള്ള ചെമ്മീനാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചെമ്മീൻ റോസ്റ്റാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളത്. അതല്ലാതെ പിന്നെ ഉണ്ടാക്കുന്നത് ഇതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഉള്ളി എടുക്കണം. 1/2 കിലോന് ഏകദേശം ഒരു 10 അല്ലി 15 അല്ലി ചെറിയ ഉള്ളിയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ചെറിയ ഉള്ളിയും ആവശ്യത്തിന് മുളകും ചേർത്തിട്ട് ഞാനിവിടെ അരച്ചെടുത്തതാണ്. മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ 1/2 കിലോ ഞാൻ ഓൾറെഡി മിക്സ് ചെയ്തു, അതുകൊണ്ടാണ്. ഇതിൽ 1/2 കിലോ ചെമ്മീനാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെമ്മീൻ നന്നായിട്ട് വേവിക്കുക. ഇതിലേക്ക് ഉള്ളിയും മുളകും കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണമാണ് കേട്ടോ 1/2 കിലോന്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിടാം. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്. അതുപോലെ അതിലേക്ക് പച്ചമുളക് നിങ്ങൾ കീറിയിടുക കേട്ടോ. അത് നമ്മൾ എരിവിനനുസരിച്ച്, കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അധികം വേണ്ട. ഇതിപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല കളർ കിട്ടും. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അത് തന്നെ അത്യാവശ്യം കളറുണ്ട്, പക്ഷെ നല്ല എരിവുണ്ട്. അപ്പോൾ എരിവ് അധികം വേണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ടിട്ട് അതിലേക്ക് പച്ചമുളക് 1, 2, 3 അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് പുളി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. ഈ ചെമ്മീന് നമ്മൾ ഉള്ളി മുളകും അരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്, തക്കാളി നമ്മൾ ചേർക്കുന്നില്ല, അതിന് പകരം പുളി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പുളി, ഏകദേശം ഒരു ഇത്രയും പോകുന്ന ഒരു പുളി ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, അത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തതാണിത്. ഈ പുളി വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഇതിലേക്ക് പുളി ചേർത്തു, മുളക്, ഉള്ളി, അതുപോലെ പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വേവിച്ച പോലെ ഉണ്ട്. വേവിച്ചിട്ടില്ല നമ്മൾ. ആവശ്യത്തിന് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വെള്ളം ചേർക്കുന്നത്. പുളി ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളം നമുക്ക് ചേർക്കേണ്ട ആവശ്യം വന്നു. നല്ല ബഹളമുണ്ട് ഇവിടെ, കുട്ടികൾ കളിക്കുകയാണ് രാത്രി. അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ എന്താ പറയുക, കട്ട കുത്താതെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏറ്റവും എളുപ്പമുള്ള ഒരു കറിയാണ്. അത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ കറി ഇതിലും എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ ശരിക്കും ചപ്പാത്തിയുടെ കൂടെ കേട്ടോ.
ഞങ്ങളെപ്പോഴും ചെറുപ്പം മുതലേ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു കറിയാണിത്. ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പോഴത്തെയും ചെമ്മീൻ കറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും വറുത്തരച്ചതിനൊക്കെ ചപ്പാത്തിക്ക് കഴിക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നുക ഇതാണ്. ഇത് തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ നമുക്കിത് നന്നായിട്ട് വേവിക്കാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിക്കാൻ. നല്ലോണം തിളയ്ക്കണം. തിളച്ചിട്ട് ഇതൊരു തിക്ക് ഗ്രേവി, ഈ ഒരു കൺസിസ്റ്റൻസി ഒരു തിക്ക് ഗ്രേവി ആവുന്നത് വരെ ഇത് കുറച്ചൊരു ഡ്രൈ ആവണം കേട്ടോ. പിന്നെ ഉള്ളിയുടെ ആ പച്ചമണം മാറുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പച്ചമണം മാറിയിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഈ കറിക്ക്. അപ്പോൾ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മുളകിൻ്റെ എല്ലാത്തിൻ്റെയും അതുവരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിൽ തക്കാളിയൊന്നും ഇടണ്ട, പുളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിലപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു കറിയിൽ തേങ്ങ അരച്ചിട്ടൊന്നും ചേർത്താൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കാരണം ഇതാ ഒരു ചെറിയ ഉള്ളിയുടെ, അതുപോലെ സവാള അതിൽ അരയ്ക്കാൻ പറ്റില്ല കേട്ടോ. കാരണം മുന്നേ ഒരു അയിലക്കറി ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ചു ചെറിയ ഉള്ളിക്ക് വേറെ സവാള പറ്റുമെന്ന്. ഈ ഒരു റെസിപ്പിയിൽ എന്തായാലും അത് പറ്റില്ല. ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ചെറിയ ഉള്ളി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വേവണം കേട്ടോ. പച്ചമണം മാറാൻ കുറച്ച് സമയം എടുക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ പറയുക, ചട്ടി കൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. കയ്യിലിട്ടിട്ട് ഒരുപാട് സ്പൂൺ ഇട്ട് ഇളക്കരുത്. അപ്പോൾ ഇതാ നന്നായി തിളച്ച് തുടങ്ങി, ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോറിനാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആക്കാം നമുക്ക്. നന്നായിട്ട് കറിവേപ്പില ഇടാം. നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ആ ടേസ്റ്റ്. അതുപോലെ വെളിച്ചെണ്ണ ലാസ്റ്റ് നമ്മൾ പാരും. അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ്. നാടൻ ഒരു ഡിഷാണ്, നാടൻ ഒരു ചെമ്മീനാണിത്, ചെമ്മീൻ കറിയാണ്. സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അത് മാത്രമല്ല നല്ല എളുപ്പമാണ് ബാക്കിയുള്ളതിൽ നിന്ന്. ചെറിയ ഉള്ളി നേരെയാക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്താലാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ഇനി ഒന്നിരുന്ന് കുറുകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് എപ്പോഴാണ് യൂസ് ചെയ്യണത് അതുവരെ നമുക്ക്. അപ്പോൾ ഇതാ ചപ്പാത്തിയും ചെമ്മീൻ കറിയും കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് ചെമ്മീൻ?